കേരളത്തിൽ താമര വിരിയില്ല, ഇത് കേരളമാണെന്നൊക്കെയുള്ള ഈ വാചാടോപങ്ങൾ കൊണ്ടല്ലോ ആ വീരസ്യം പറച്ചിലിന് ഏറ്റ കനത്ത ആഘാതവും CPM-ന് എന്തായാലും കനത്ത ആഘാതം ഏൽക്കാൻ പോവുകയാണ്. ഈ മുരളീധരന് ചിലപ്പോ ഒരു അട്ടിമറി സൃഷ്ടിക്കാൻ വേണമെങ്കിൽ കഴിയും. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ ഉറച്ച കോട്ടയായിട്ട് പ്രവർത്തിക്കുകയാണ് മണ്ഡലത്തില്. ശ്രീ രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം പറയും 48 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഇന്നലെ എക്സിറ്റ് പോൾ വന്നിരിക്കുന്നത് കേരളത്തിൽ കേരള BJP തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് എക്സിറ്റ് പോൾ വന്നത്. കേരളത്തിൽ 1 മുതൽ 4 സീറ്റ് വരെ പ്രഖ്യാപിക്കും. അതായത് ഈ 1 മുതൽ 4 ശരി 2 സീറ്റാണ് നമുക്ക് പറയാം, തിരുവനന്തപുരം തൃശ്ശൂരും. എന്നാലും മറ്റുള്ള 2 സീറ്റ് ഏതാണ്? മറ്റുള്ള 2 സീറ്റ് ഉദ്ദേശിക്കുന്നു. ഒന്ന് കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന ആറ്റിങ്ങലും അതുപോലെ തന്നെ തൃശ്ശൂർ നമുക്കറിയാവുന്നതുപോലെ സുരേഷ് ഗോപി മത്സരിക്കുന്ന മണ്ഡലം. ആ 2 മണ്ഡലങ്ങളോ അപ്പൊ രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള വോട്ടുകളും കൂടെ. ഇപ്പൊ രാഷ്ട്രീയ വോട്ടുകൾ വെച്ച് അവർക്ക് അവിടെ ജയിക്കാൻ പറ്റില്ല ഈ പറഞ്ഞ 2 സ്ഥലങ്ങളിലും. തിരുവനന്തപുരത്ത് ഒരു പക്ഷേ രാഷ്ട്രീയ വോട്ടുകളും മന്ത്രി എന്നുള്ള നിലയിലുള്ള പേഴ്സണൽ വോട്ടുകളും കൊണ്ട് ജയിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആറ്റിങ്ങിൽ അങ്ങനെ രാഷ്ട്രീയ വോട്ടുകൾ കൊണ്ട് ജയിക്കാൻ പറ്റുകയില്ല. താങ്കൾക്ക് അറിയാവുന്നതുപോലെ അവിടെ ഉറച്ച കോട്ടയും മാസ് ബേസ് CPM-നുള്ള സ്ഥലവുമാണ്. എന്നിട്ടോ കഴിഞ്ഞ പ്രാവശ്യം ശബരിമല പ്രശ്നം എന്നുള്ളൊരു വൈകാരികമായ പ്രശ്നത്തിൽ, രാഷ്ട്രീയ പ്രശ്നമല്ല, വൈകാരിക പ്രശ്നത്തിന്റെ പേരിൽ അവിടെ CPM-ന് നില തെറ്റി, അടിപതറി വീണു അവിടെ. അതുപോലെ ഈ മുരളീധരന് ചിലപ്പോ ഒരു അട്ടിമറി സൃഷ്ടിക്കാൻ വേണമെങ്കിൽ കഴിയും. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ ഉറച്ച കോട്ടയായിട്ട് പ്രവർത്തിക്കുകയാണ് മണ്ഡലത്തില്. തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം അവിടെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുകയാണ് മണ്ഡലത്തിന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി. ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ നമുക്കറിയാം. ആരെയും അമ്പരപ്പിച്ചില്ലേ? എത്രയും കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? CPM വിചാരിച്ചോ? കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും വിചാരിച്ചില്ല. അപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം തന്നെയാണ് കേരളം എന്ന് മാത്രമല്ല, കേരളത്തിൽ എവിടെയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. CPM ഈ പറയുന്ന മാസ് ബേസിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പണ്ടത്തെ CPM അല്ല ഇപ്പോൾ. അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന രീതിയല്ല. അവർ ഈ കേരള മാർച്ച് അങ്ങനെയൊക്കെയുള്ള മാർച്ച്, ബസ്സിലിരുന്നു കൊണ്ടുള്ള കേരള സഭാ മാർച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പരിപാടികളൊക്കെയാണ് ആസൂത്രണം ചെയ്യുന്നത്. കേരള സഭ യാത്ര എന്ന് പറഞ്ഞ് ബസ്സിലേക്ക് 1.5 കോടി രൂപയുടെ ബസ്സിലൊക്കെയുള്ള യാത്രകൾ. ബസ് ഇപ്പോൾ സർവീസിലുണ്ട്, മ്യൂസിയത്തിലൊന്നും പോയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ യാത്രകളൊക്കെ വെറും വെട്ടിതങ്ങളാണ്. ഈ ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന പാരമ്പര്യത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പടുത്തുയർത്തിയതും ഇത്ര ഉയർന്നതും. അതിൽ നിന്ന് മാറി ഇപ്പോ ഈ CPSU-വിനെ പോലെ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ആഡംബരത്തിന്റേതും പകിട്ടിന്റേതുമായിട്ടുള്ള സുഖലോലുപ ജീവിതം നയിക്കുന്ന നേതാക്കന്മാരാണ് മുകൾ തട്ടില്. എക്സിറ്റ് പോൾ വരുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 സീറ്റ് മാറുള്ളൂ. കേരള BJP കടം വിചാരിച്ചാണോ ഇങ്ങനെ 4 സീറ്റ് BJP? ഒരു താമര അപ്പൊ പോൾ ഓഫ് പോൾസ് എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ 1 മുതൽ 3 വരെ പറയുന്നുണ്ട്. പോൾ ഓഫ് പോൾസ് വെച്ച് നമ്മൾ ഒരു ശരാശരി എടുക്കുമ്പോൾ 2 സീറ്റ് എന്നാണ്. പോട്ടെ, ഒരു സീറ്റെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ NDA-യുടെ ഒരു ധാർമ്മിക വിജയമാണ്. കേരളത്തിൽ താമര വിരിയില്ല, ഇത് കേരളമാണെന്നൊക്കെയുള്ള ഈ വാചാടോപങ്ങൾ കൊണ്ടല്ലോ ആ വീരസ്യം പറച്ചിലിന് ഏറ്റ കനത്ത ആഘാതവും CPM-ന് എന്തായാലും കനത്ത ആഘാതം ഏൽക്കാൻ പോവുകയാണ്. CPM മന്ത്രിസഭയൊക്കെ രാജിവെക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ഇപ്പോൾ UDF എടുക്കാൻ പോവുകയാണ്. അതുപാടെ രാഷ്ട്രീയ അതുപോലെ കലങ്ങി ഒന്ന് തെളിയുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് അടുത്ത വർഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മേൽക്കൈ കിട്ടുക UDF-നായിരിക്കാനും നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം.